എറണാകുളത്ത് അവിവാഹിതയായ പെൺകുട്ടി ലേഡീസ് ഹോസ്റ്റലിന്റെ ശുചിമുറിയിൽ പ്രസവിച്ചു. യുവതിയുടെ കൂട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. നവജാത ശിശുവിനെ അമ്മ എറിഞ്ഞു കൊന്നതിന്റെ നടുക്കം മാറും മുൻപേ മറ്റൊരു ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ആശ്വാസം. ശുചിമുറിയിലാണ് പിറന്നു വീണതെങ്കിലും ആ കുരുന്ന ജീവൻ രക്ഷിക്കാനായി. അമ്മ എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചെങ്കിലും കൂട്ടുകാരികളുടെയും പോലീസിന്റെയും സമയോചിതമായ ഇടപെടലാണ് തുണയായത്. എറണാകുളത്ത് കോൾ സെന്ററിൽ ജോലി ചെയ്യുന്ന അവിവാഹിത യുവതിയാണ് പ്രസവിച്ചത്. യുവതി 2 മാസം മുൻപാണ് എറണാകുളത്തെത്തിയത്. ഇവരുടെ ശാരീരിക അസ്വസ്ഥതകൾ കണ്ട് ഹോസ്റ്റൽ മുറിയിലെ മറ്റന്തേവാസികൾ നേരത്തെ വിവരം തിരക്കിയെങ്കിലും ഗ്യാസിൻ്റെയും മറ്റും പ്രശ്നമാണെന്നാണ് പറഞ്ഞിരുന്നത്. ഇന്നു രാവിലെയാണ് ശുചിമുറിയിൽ കുഞ്ഞിന് ജന്മം നൽകിയത്. ശുചിമുറിയിൽ കയറിയ യുവതിയെ ഏറെ നേരമായും പുറത്തേക്ക് കാണാതെ വന്നതിനെ തുടർന്ന് മുറിയിലെ 5 അന്തേവാസികൾ ചേർന്ന് വാതിൽ ചവിട്ടി തുറന്നപ്പോൾ ചോരക്കുഞ്ഞിനെയുമായി നിൽക്കുന്ന യുവതിയാണ് കണ്ടത്. ഇവർ ഒട്ടും സമയം കളയാതെ പോലീസിൽ വിവരം അറിയിച്ചു. ടൗൺ നോർത്ത് പോലീസ് എത്തി അമ്മയെയും കുഞ്ഞിനെയും ജനറൽ ആശുപത്രിയിലാക്കി. നഴ്സിംഗ് പാസ്സായ വനിതാ പോലീസ് ഒപ്പമുണ്ടായിരുന്നത് തുണയായി. 2.5 കിലോഗ്രാം തൂക്കമുള്ള കുഞ്ഞ് ആരോഗ്യവാനാണെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. കാമുകനാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്നാണ് യുവതി പോലീസിന് നൽകിയ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെയും യുവതിയുടെയും മാതാപിതാക്കളെ പോലീസ് വിളിപ്പിച്ചിട്ടുണ്ട്. പീഡനത്തിനിരയായി ഗർഭം ധരിച്ച കുഞ്ഞിനെ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിൽ അമ്മ കൊലപ്പെടുത്തി മൃതദേഹം വലിച്ചെറിഞ്ഞ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. ഇതിന്റെ നടുക്കം മാറും മുൻപെയാണ് ശുചിമുറിയിലെ പ്രസവം. ഹോസ്റ്റൽ മുറിയിലുണ്ടായിരുന്ന പെൺകുട്ടികൾ ഉടൻ പോലീസിൽ വിവരമറിയിച്ചതും പോലീസ് സന്ദർഭോചിതമായി ഇടപെട്ടതുമാണ് അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ രക്ഷിക്കാനായത്. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.